വർഷം 2025. ഫുട്ബോൾ ലോകത്ത് ഒരു ചർച്ച വളരെ വലിയ രീതിയിൽ ചൂടുപിടിക്കാൻ തുടങ്ങിയിരുന്നു. ഒരിക്കൽ മെസ്സിറോണോ കാലഘട്ടം താണ്ഡവമാടിയ ആ നാടുകളിൽ നിന്ന് പോലും ഏറെ വ്യത്യസ്തമായിരുന്നു അത്. യൂറോപ്യൻ തെരുവുകളിൽ മാത്രമായിരുന്നില്ല, ഇങ്ങ് കേരളത്തിലും അതിങ്ങനെ ഒഴുകി നടന്നുകൊണ്ടിരുന്നു. ഫുട്ബോൾ ലോകത്തെ പണ്ഡിതന്മാരും നിരീക്ഷകരും നിരൂപകരും വരെ രണ്ട് ചേരികളെ തിരിഞ്ഞു. ഒരു കൂട്ടർ വിജയപക്ഷത്തും മറ്റൊരു കൂട്ടർ പരാജയം ഉറപ്പെന്ന് കരുതിയെടുത്തു. അവരതിന് ഒരു വ്യാഖ്യാനവും നൽകി. അത് ദൈവപുത്രനും ചെകുത്താനും തമ്മിലുള്ള യുദ്ധമെന്ന്. യെസ്, ദ വാർ, ഡെവിൾസ് വേഴ്സസ് ഗോഡ്സ്. ജർമ്മനിയെ തകർത്തുകൊണ്ട് റൊണാൾഡോയുടെ പോർച്ചുഗൽ യുഎഫ്എ നാഷണൽ ലീഗിൻ്റെ ഫൈനൽ ഉറപ്പിച്ച രാത്രിക്ക് ശേഷം വിവാദങ്ങളുടെ മണിക്കൂറുകളായിരുന്നു പിന്നീടങ്ങോട്ട്. ഫ്രാൻസിനെ കീഴടക്കി സ്പെയിൻ ഫൈനൽ എതിരാളി എന്ന് ഉറപ്പിച്ചതോടെ ആരാധകരിലെ വലിയ വിഭാഗം പോർച്ചുഗലിൻ്റെ ദയനീയ തോൽവി സ്വപ്നം കാണും വിധത്തിൽ പരിഹാസ സന്ദേശങ്ങളും പോസ്റ്ററുകളും ഒരുക്കാൻ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഇതിനെല്ലാം മുകളിൽ ജൂൺ 8 രാത്രി അവസാനിക്കുമ്പോൾ ഒടുവിൽ പലരും വിശ്വസിച്ച കഥ മറ്റൊന്നായിരുന്നു. ഒരു 17കാരൻ ഒരു 40കാരൻ്റെ കഥ കഴിക്കുമെന്ന്. എന്നാൽ ഇന്നോളം റൊണാൾഡോ എന്ന റിയാലിറ്റിയെ നേരിൽ കണ്ട ഒരു ജനറേഷൻ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തങ്ങളുടെ ചിന്തയെ പറഞ്ഞയച്ചിരുന്നു. ശേഷം അവരുടെ മുഖത്ത് ഒരു പുച്ഛഭാവം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പിന്നീട് ജൂൺ 9 1.5 മണിക്കൂറിനെ അവർ സ്വാഗതം ചെയ്യുകയും ചെയ്തു. വിജയശതമാനം ഏറെക്കുറെ സ്പെയിൻ്റെ കൂടെ തന്നെ ആയിരുന്നുവെങ്കിലും മറുപുറത്ത് മറ്റൊരു പോർച്ചുഗൽ യുഗം ഈ തലമുറയോട് സംസാരിക്കുവാൻ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. ഉനൈ സൈമനും ഇൻകൂസയും നോർമഡും ഹ്യൂസനും കുക്രോയും പെഡ്രിയും സുബിമെൻ്റെയും റൂയിസും മൊയസബാലും നിക്കോ വില്യംസും യമാലും അടങ്ങുന്ന സ്പെയിൻ പടയെല്ലാം കൂട്ടത്തോടെ കത്തിക്കുവാൻ പണ്ട് അയാൾക്കൊറ്റയ്ക്ക് സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അതല്ലല്ലോ സ്ഥിതി. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇന്നൊറ്റയ്ക്ക് സാധിക്കാത്തതിനെ നേരിടുവാൻ വേണ്ടി ഇന്ന് അയാൾക്കൊപ്പം പോർച്ചുഗലിൽ മികച്ചൊരു ടീം തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കോസ്റ്റ, നവസ്, ഡയസ്, ഇനാസിയ, മെൻഡസ്, ബ്രൂണോ, വിറ്റിന, സിൽവ, കോൺസിസാവോ, നെറ്റോ എന്നിവർ അടങ്ങുന്ന പുതിയ പറങ്കിപ്പട. അങ്ങനെ ജർമ്മനിയിലെ അൽനാസ് അരീനയിൽ ഫൈനൽ മത്സരത്തിന് മിനിറ്റ് സൂചി ഓടാൻ ആരംഭിച്ചിരുന്നു. സ്പെയിൻ്റെ ആക്രമണം കൊണ്ട് പോർച്ചുഗൽ പതറുമെന്ന് കരുതിയ ആരാധകരും വിമർശകരും കണ്ടത് സ്പെയിനോട് മുട്ടി നിൽക്കുന്ന പറങ്കിപ്പടയായിരുന്നു. എന്നിട്ടും 21ാം മിനിറ്റിൽ പോർച്ചുഗൽ ഒരു ഗോളിന് പുറകിലാകുന്നുണ്ട്. പക്ഷേ മിനിറ്റ് സൂചി 5 വട്ടം കറങ്ങിത്തീരും മുൻപ് റൊണാൾഡോ, നെറ്റോ, മെൻഡസ് സംഘം സ്പെയിൻ്റെ ആത്മവിശ്വാസത്തിന് മുകളിലേക്ക് ആണിയടിക്കുന്നുണ്ട്. നൂനോ മെൻഡസിൻ്റെ ഇടങ്കാൽ പവർ ഹീറ്റ് ഉനൈ സൈമനെയും സ്പാനിഷ് പടയെയും വിറപ്പിക്കുന്നുണ്ട്. ശേഷം വന്ന മിനിറ്റുകൾ യുദ്ധസമാനമായി മാറുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ദൈവപുത്രൻ്റെ ഇടങ്കാൽ ഇടറുന്നുണ്ടായിരുന്നു. പലതവണ ചെകുത്താൻ്റെ സാന്നിധ്യം അവൻ്റെ കളിമികവിനെ ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു. ആ ഭയം കൊണ്ട് തന്നെ ആയിരിക്കണം നൂനോ മെൻഡസിന് മുന്നിൽ പലതവണ കളിമറന്ന് നിൽക്കേണ്ടി വരുന്നുണ്ട്. എന്നിട്ടും പക്ഷേ സ്പെയിൻ മത്സരത്തിൻ്റെ 45ാം മിനിറ്റിൽ ഉയർസബാലിലൂടെ ലീഡ് ഉയർത്തുന്നു. രണ്ടാം പകുതിയുടെ ആരംഭം പുതിയൊരു തുടക്കമായിരുന്നു. പോർച്ചുഗൽ തിരിച്ചു വരുമോ എന്ന ചോദ്യം ഗാലറിയിൽ ഉണർന്നു കഴിഞ്ഞിരുന്നു. മറുവശത്ത് യമാലും സംഘവും വിജയിച്ചവരുടെ അഹങ്കാരം പേറുന്നുണ്ടായിരുന്നുവെങ്കിലും സമ്മർദ്ദങ്ങളിൽ സൗന്ദര്യം വിരിയിക്കുന്ന അവരുടെ നായകൻ അവതരിക്കുമെന്ന് ഓരോ പോർച്ചുഗൽ ആരാധകനും സ്വപ്നം കാണുവാൻ തുടങ്ങിയിരുന്നു. ഈ ഒരു മത്സരം ഒരുപക്ഷെ ഈ വിധിയിലൂടെ അവസാനിച്ചു കഴിഞ്ഞാൽ ഒരു മരുന്നിന് പോലും റൊണാൾഡോയുടെ കഥ എവിടെയും വാഴ്ത്തപ്പെടുകയില്ല. മറിച്ച് ഒരു 17കാരൻ്റെ മുന്നിൽ അയാൾ പരാജയപ്പെട്ടുവെന്ന് ലോകം വിധിയെഴുതും.
ഇന്നോളം റൊണോ തീർത്ത ചരിത്രങ്ങളെല്ലാം പഴങ്കഥയ്ക്ക് സമാനമാകും. വിമർശകർ അയാളെ പിച്ചിച്ചിട്ടു. എന്നാൽ പക്ഷേ അതിനെല്ലാം മുകളിൽ ലോകം കണ്ട സത്യമുണ്ടായിരുന്നു എന്നവർ ഒരിക്കൽ പോലും ചിന്തിച്ച് കാണില്ല. താനാണ് ബെസ്റ്റ് എന്ന് റൊണാൾഡോ പറയുമ്പോൾ അഹങ്കാരവും യമാൽ പറയുമ്പോൾ കോൺഫിഡൻറ്റുമായി ചിത്രീകരിച്ച സോഷ്യൽ മീഡിയകൾ പോലും റൊണോ യുഗം മറന്നുപോയിരുന്നു. ഇന്നോളം തനിക്കെതിരെ ഉയർന്നു വന്ന വെല്ലുവിളികളെയെല്ലാം മുച്ചോട് കത്തിച്ച് ചാമ്പലാക്കിയവൻ്റെ കഥ പലരും മനഃപൂർവ്വം മറന്നുപോയിരുന്നു. ആ തീയിൽ വെന്തുവെണ്ണീരായി തീർന്നവർ പോലും അയാളുടെ പരാജയം കാണുവാൻ ആഘോഷിക്കുവാൻ കാത്തിരുന്നു. പക്ഷേ അവർക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത വിധം ഈ 40-ാം വയസ്സിലും മൈതാനങ്ങൾ അടക്കി വാഴുന്ന റൊണോ എന്ന മഹാമേരുവിൻ്റെ യുഗം അവസാനിക്കണമെങ്കിൽ അയാൾ തന്നെ വിചാരിക്കണമായിരുന്നല്ലോ. അഹന്ത കൊണ്ടും അയാളോടുള്ള വിദ്വേഷം കൊണ്ടും അന്ധത ബാധിച്ച ലോകത്തിന് മുന്നിൽ 61-ാം മിനിറ്റിൽ എക്സ്പീരിയൻസ് കൊണ്ട് അയാൾ മറുപടി എഴുതുമ്പോൾ അവരുടെ ബോധം മനസ്സിലാക്കി തുടങ്ങി. ഞങ്ങൾ ഇന്നും ജീവിക്കുന്നത് അയാളുടെ യുഗത്തിൽ തന്നെയാണ്. സമനില ഗോൾ നേടി അയാൾ വാൺ ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അതിന് സാക്ഷിയായി നിൽക്കുന്ന യമാൽ നിമിഷമുണ്ട്. ആ സീനിലുണ്ടായിരുന്നു അവതരിച്ചത് നിൻ്റെയൊക്കെ തന്തയാണെന്ന്. അതെ, നീയെല്ലാം കളിച്ചത് ദൈവത്തിന് പോലും കൈകൊടുക്കുന്ന മരണദൈവത്തോടാണെന്ന്. ദൈവപുരാണങ്ങൾ പോലും തെറ്റിച്ച റൊണോ എന്ന 40-കാരൻ മിശിഹാൽ സ്നാനം ചെയ്യപ്പെട്ടവൻ്റെ മുന്നിൽ യഥാർത്ഥ ദൈവമാരാണെന്ന് അവതരിച്ച് തെളിയിച്ച നിമിഷം. നീറിയ നെഞ്ചും നിറഞ്ഞ കണ്ണും വിങ്ങിയ ദേഹവും കൊണ്ട് യമാൽ ആദ്യമായി അയാളുടെ ഓറയെ സാക്ഷിയാകുകയായിരുന്നു. അന്നവന് മനസ്സിലായി, ഞാൻ കേട്ടതൊന്നും കെട്ടുകഥല്ലായിരുന്നു എന്ന്. ഞാൻ ഇന്നോളം കണ്ടതൊന്നുമല്ല അയാളെന്ന്. ആ ഗാലറിയും ആ അന്തരീക്ഷവുമെല്ലാം അവനെ അത് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. 88-ാം മിനിറ്റിൽ കളം വിടുമ്പോൾ അയാളുടെ പ്രായവും തളർച്ചയും പേശികളുമെല്ലാം കാരണക്കാരായിരുന്നു. പക്ഷേ ഒരു 17-കാരനെ പിൻവലിച്ചത് ആ 40-കാരൻ ജർമ്മനിയിൽ സൃഷ്ടിച്ച ഭയത്തിൻ്റെ പരിണാമം തന്നെയായിരുന്നു. കേട്ടുകേൾവി മാത്രമുണ്ടായിരുന്ന ഒന്നിനെ നേരിൽ കണ്ടപ്പോൾ ഇന്നോളം പഠിച്ചതെല്ലാം മറന്നുപോയ ഒരു വിദ്യാർത്ഥിയുടെ ഫൈനൽ എക്സാമിനെ ഓർമ്മിപ്പിക്കും വിധമായിരുന്നു കാര്യങ്ങൾ. ഒടുവിൽ എക്സ്ട്രാ ടൈമിൽ ജോട്ടയും റാഫലിയോയും അടങ്ങുന്ന പോർച്ചുഗൽ സംഘം സൃഷ്ടിക്കുന്ന അവസരത്തിന് ശേഷം പെനാൽറ്റിയുടെ വിധി നിർണയം ദൈവപുത്രന് എതിരായി വിധിക്കപ്പെടുന്നുണ്ട്. ഇന്നോളം വെട്ടിപ്പിടിച്ച കഥകളിലേക്കൊന്നും ചേർക്കുവാൻ സാധിക്കില്ല എങ്കിൽ പോലും റൊണോയുടെ വലങ്കാലിൻ്റെ പ്രഹരമേറ്റ് പിടഞ്ഞു വീണ് എതിരാളികളുടെ കഥ കൂടി പറയാനുണ്ടായിരുന്നു UEFA നാഷണൽ ലീഗിനും. ഒടുക്കം സ്പെയിനെ പോലും പിടിച്ചു കെട്ടിയ സമനില ഗോളും. മറുവശത്ത് അഹങ്കാരം കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ട യമാൽ എന്ന യുവരക്തം വിഷാദരക്തത്തിൽ കുളിച്ചു നിൽക്കുന്നത് കാണാം. അവൻ്റെ കണ്ണുകളുടെ രക്തിനിയിൽ തട്ടി അയാളെങ്ങനെ മാറി മറിയുന്നുണ്ട്. അയാളുടെ ആനന്ദക്കണ്ണീരും കിരീടധാരണവുമെല്ലാം കണ്ടു തീർത്തത് ചത്തുലഞ്ഞ മനസ്സോടെ തന്നെയായിരുന്നു. ഒടുവിൽ വേദനയോടെയാണെങ്കിൽ പോലും അവൻ ആ സത്യത്തെ അംഗീകരിച്ചു കഴിഞ്ഞു. എൻ്റെ 17-ൽ ഞാൻ കണ്ടതും കാണുന്നതും ഒന്നുമല്ല അയാൾ. എൻ്റെ കരിയറിൽ ഉടനീളം സംഭവിക്കാൻ പോകുന്നതെല്ലാം വെല്ലുവിളിക്കാൻ പോകുന്ന ഐതിഹാസികത ജന്മമാണ് അയാൾ. എൻ്റെ ആത്മവിശ്വാസത്തെയും ആത്മാവിനെയും തല്ലിത്തകർത്ത അമാനുഷികനാണ് അയാൾ. ഈ ലോകത്തിലെ ഗോഡും ഗോട്ടും അയാൾ തന്നെയാണ് എന്ന് ഞാനും സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് ചിലർ ന്യായം പറയുന്നത് കാണാം, ഒരു 17-കാരനെ തോൽപ്പിച്ചത് ഇത്രയും കൊട്ടി ആഘോഷിക്കേണ്ടതുണ്ടോ എന്ന്, നാണമില്ല എന്ന്, അവന് ഇനിയും സമയമുണ്ട് എന്നെല്ലാം. റൊണോയുടെ ആരാധകർ ഇത്രയും ബാലിഷ്യമാകരുത് എന്ന്. എന്നാൽ ഒരിക്കൽ പോലും മറുവശത്തെക്കുറിച്ച് സംസാരിക്കുവാൻ അവർ തയ്യാറല്ല. ഈ മത്സരം ഒരുപക്ഷെ യമാലാണ് വിജയിച്ചിരുന്നുവെങ്കിൽ റൊണാൾഡോയും അയാളുടെ രാജ്യവും ലോകത്ത് അങ്ങോളം ഇങ്ങോളമുള്ള അദ്ദേഹത്തെ ആരാധിക്കുന്ന മനുഷ്യർ നേരിടാൻ പോകുന്ന നാണക്കേടിൻ്റെയും വിമർശനങ്ങളുടെയും അളവ് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത വിധമായിരുന്നല്ലേ. കൂടെ കേവലം ഒരു 17-കാരൻ നിങ്ങളുടെ ഗോട്ടിനെ തട്ടി എന്ന് പറഞ്ഞ് അയാൾക്ക് ശവമഞ്ചം പോലും നിങ്ങൾ ഒരുക്കുമായിരുന്നില്ലേ? അത് എക്കാലത്തും അങ്ങനെ തന്നെയാണല്ലോ. റൊണോ വിജയിക്കുമ്പോൾ അംഗീകരിക്കുവാൻ പലർക്കും ഇന്നും മടി തന്നെയാണ്. പരാജയപ്പെട്ടാൽ ആ ഭാരം മുഴുവൻ അയാൾക്ക് തലയ്ക്ക് മുകളിൽ ചുമക്കേണ്ടിയും വരുന്നു. പക്ഷേ തോൽക്കുവാൻ അയാൾക്ക് ഇഷ്ടമില്ലാത്തിടത്തോളം കാലം ഏതു വെല്ലുവിളികൾക്ക് മുകളിലും അയാൾ ഉയർത്തി നിൽക്കുമെന്ന് ഞങ്ങൾ എന്നും വിശ്വസിച്ചു കൊണ്ടേയിരിക്കും. വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും മാത്രം പകർന്നു കിട്ടുന്ന അറിവുകളോടെ പരിഹസിക്കുന്ന ഇന്നത്തെ തലമുറയോടാണ്
40-ാം വയസ്സിൽ പോലും അയാൾ നിങ്ങളുടെ ഉറക്കം കളയുന്നുണ്ടെങ്കിൽ അയാളുടെ പ്രൈമിൽ നിങ്ങളുടെ മുൻ തലമുറയിലെ ചേട്ടന്മാരുടെ ഉറക്കം എത്ര തവണയായിരിക്കും അയാൾ തല്ലി തകർത്ത് കാണുക? അത് അയാളുടെ യുഗത്തിൽ തന്നെയാണ് നിങ്ങളും ഞാനുമെല്ലാം ഇന്നും ജീവിക്കുന്നത്. അയാൾ എന്ന് ബൂട്ടഴിക്കുന്നുവോ അന്ന് നിങ്ങൾക്ക് ആ ലൂപ്പിൽ നിന്നും പുറത്തിറങ്ങാം. കാരണം ദൈവത്തിന് പോലും ഇന്നോളം അയാളുടെ വിധിയെ തിരുത്തുവാനായിട്ടില്ല. എന്നിട്ടല്ലേ നമ്മൾ മനുഷ്യർക്ക്? ഫുട്ബോളിൻ്റെ നീതിയും നിയമവും അയാൾ തന്നെയാണ്. ഗോഡും ഗോട്ടും. ദർശിക്കുക ദ റിയാലിറ്റി, ദ വൺ, ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസ് ആൻഡ് സവേറോ. എന്റെ സഹോദരങ്ങളെ വിഷം കുത്തി നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ അശനിപാതം പോലെ ഞാൻ പ്രകടമേൽപ്പിക്കും. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നുവെന്ന്. ഒരേ ഒരു രാജാവ്.